ഉണ്ടല്ലോ ഞാൻ നേരം മെഴുകിയിട്ടും വിൻഷേട്ടൻ നേരത്തെ എണിച്ച ദിവസമായിരുന്നു കേട്ടോ. കാരണം വേറെ ഒന്നല്ല നിങ്ങൾക്ക് ഊഹിക്കാവുന്നുള്ളൂ, വിൻഷേട്ടൻ ഇന്ന് കളിയുണ്ട്, അപ്പോൾ അതിന് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ രാവിലെ തന്നെ വിൻഷേട്ടൻ്റെ എഗ്ഗ് ബോയിൽ ചെയ്തിട്ട് അതിൽ കുരുമുളക് പൊടി ഇട്ട് കഴിക്കട്ടെ ചെയ്യണത്. അപ്പോൾ അതിനുള്ളത് റെഡിയാക്കി വെക്കുന്നുണ്ട്. പിന്നെന്താ, പിന്നെ ഒരു നേന്ത്രപ്പഴം കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം സെറ്റാക്കി വെക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഡ്രസ്സൊക്കെ മാറാനായിട്ട് പോണത്. അപ്പം അങ്ങനെ നമ്മുടെ വീടിൻ്റെ മുറ്റം പണി തുടങ്ങാൻ പോവാണ് കേട്ടോ. പിന്നെ ഞാൻ വേഗം അടിച്ചൊരു തുടയ്ക്കാന്നൊക്കെ വിചാരിച്ചു കേട്ടോ. അത് ഞാനിപ്പോൾ എനിട്ടിട്ടല്ലോ ഉള്ളൂ. ഇനിയിപ്പോൾ തേജ് എനിക്കുമ്പോഴും ക്ലാസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നേരം മെഴുകും. അപ്പോൾ പിന്നെ ആദ്യം തന്നെ ഈ ഒരു പണി അങ്ങോട്ട് തീർത്തേക്കാന്ന് വിചാരിച്ചു. ഇതും കഴിഞ്ഞ ഒരു കുളി അങ്ങോട്ട് കഴിഞ്ഞ ഒരു സമാധാനമാണ് കേട്ടോ സത്യം പറഞ്ഞാൽ. രാവിലെ ആദ്യം കുളിച്ച ആള് വിൻഷേട്ടനായോണ്ട് തന്നെ വിളക്കും കാര്യങ്ങളൊക്കെ കൊളത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വിൻഷേട്ടത് ഇറങ്ങാൻ നിൽക്കട്ടോ. അപ്പോൾ വിൻഷേട്ടൻ്റെ കണിയല്ല കളി നമുക്കിന്ന് TV-യിൽ കാണാം കേട്ടോ. ലൈവായിട്ട് കാണാൻ പറ്റും. അപ്പോൾ അതൊക്കെ പറഞ്ഞു തന്നിട്ടാണ് പോണത്. TV-യിൽ വെച്ചോളൂ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ വിൻഷേട്ടൻ പോയ പാടെ തന്നെ ഞാൻ വേഗം കുളിച്ചു കേട്ടോ. കുറച്ചുകൂടി കഴിഞ്ഞാൽ പണിക്കാർ വരുമല്ലോ. അപ്പോൾ പിന്നെ അവരുള്ള സമയത്ത് കുളിക്കാൻ കയറാൻ എനിക്ക് പേടിയാണ്. അവരുള്ള സമയത്തുനിന്ന് മാത്രമല്ല, വീട്ടിൽ ആരും എനിക്ക് കുളിക്കാൻ കയറാൻ പേടിയാണ്. അതുകൊണ്ടാണ് ഞാൻ തേജും വിൻഷേട്ടനൊക്കെ പോണേക്കാൻ മുന്നേ കുളിക്കാറ്. അനക്കുളിയൊക്കെ കഴിഞ്ഞതേ കുറിയും തൊട്ടു. പിന്നെ വേഗം ചോറിനുള്ള വെള്ളാട്ടം വെച്ചിരിക്കുന്നത്. എനിക്കും തേജുവിനും ചായക്കിന്ന് പുട്ടും കടലക്കറി ഉണ്ടാക്കാനാണ് കേട്ടോ പ്ലാൻ. അപ്പോൾ കടല വേവിക്കാൻ വെച്ചു. ഒപ്പം ചോറിനുള്ള വെള്ളവും പുട്ടും ഇതെല്ലാം കൂടി ആക്കുന്നുണ്ട്. അങ്ങനെ പുട്ടിലേക്ക് ഗ്രേവി ഉണ്ടാക്കാനുള്ള സബോളയും പച്ചമുളകും തക്കാളിയും ഇഞ്ചിയും എല്ലാം വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതെല്ലാം സെറ്റാക്കിയതിന് ശേഷം ഇതേ കടലക്കറി ആയിട്ടുണ്ട്. ഒക്കെ പെട്ടെന്ന് തീർക്കുക കേട്ടോ. പിന്നെ ഞാൻ എക്കും തേജുവിനും മാത്രമായതുകൊണ്ട് തന്നെ ഒരു രണ്ട് കുറ്റിയിൽ 1.5 കുറ്റി പുട്ടൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളൂ. വീട്ടിൽ നിന്ന് വരുമ്പോൾ ചെറുപഴം കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പുട്ടും ചെറുപഴം കൂടിയിട്ട് ഞാൻ ആദ്യം കുറച്ച് കഴിച്ചു. പിന്നെ നമ്മൾ ഉണ്ടാക്കി കടലക്കറിയും കൂട്ടി കഴിച്ചു കേട്ടോ. പിന്നെ തേജു എണിച്ചു. അവൻ കുറച്ച് വൈകിട്ടായിട്ട് എണിച്ചിട്ടുണ്ടായിരുന്നത്, ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ. അപ്പോൾ അവനത് ഞാൻ വിളിച്ചെനിപ്പിക്കേട്ടാ ചെയ്തത്. എന്ത് പറഞ്ഞിട്ടാണെന്നറിയോ, തേജു മുറ്റത്തതേ കട്ടവരിക്കൽ കഴിഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ വേഗം ചാടി എനിക്ക് വന്ന് നോക്കിയിട്ടാ. അപ്പോൾ പണി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ തേജുവിന് ഇതേ കൊടുത്തിട്ട്, തേജുവിന് പുട്ടും കടലക്കറി ഇഷ്ടമാണ് കേട്ടോ. അതുപോലെ ദോശയും ചമ്മന്തി, ഈ 2 ഐറ്റമാണ് അവൻ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത്. പിന്നെ ഞങ്ങളിതേ വിൻഷേട്ടൻ്റെ കളി കാണാതിരുന്നത് കേട്ടോ. അപ്പോൾ തേജു ചോദിക്കുന്നുണ്ട് അച്ഛെവിടെയെന്ന്. അച്ഛയുടെ കളി ആയിട്ടില്ല, അച്ഛൻ്റെ അപ്പുറത്ത് നിൽക്കുന്നുണ്ട്, നിങ്ങൾക്ക് കാണുന്നുണ്ടോന്നാവോ. ദിയാ നിൽക്കുന്നത് വിൻഷേട്ടനും നമ്മുടെ ജിഷ്ണുവേട്ടനാണ് കേട്ടോ. ബ്ലാക്ക് ഷർട്ട് ജിഷ്ണുവേട്ടൻ, അപ്പുറത്ത് നിൽക്കുന്നത് വിൻഷേട്ടൻ. കുട്ടിക്ക് കളി കാണാൻ പറ്റിയില്ലെങ്കിലും അച്ഛൻ അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ TV-യിൽ. അതന്നെ സമാധാനമായി. പിന്നെ അവൻ ചാനൽ മാറ്റും, അതുകൊണ്ട് എനിക്ക് കൂടുതലൊന്നും കാണാൻ പറ്റിയില്ല. അപ്പം എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാമേ. ബൈ.